നമസ്കാരം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും PV അൻവർ MLA വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. സോളാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് MR അജിത് കുമാർ കൈക്കൂലിപ്പണം വാങ്ങിയത് ഫ്ളാറ്റ് ഇടപാടിലൂടെയാണ്. കവടിയാറിലെ വീട് കൂടാതെ വേറെ 3 വീടുകൾ കൂടി അജിത് കുമാർ ഉണ്ടെന്നാണ് അൻവർ പറഞ്ഞത്. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചിരുന്നു. ഇതിനായി വലിയൊരു തുകയാണ് പ്രതികളിൽ നിന്ന് കൈപ്പറ്റിയത്. 33.80 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപയ്ക്ക് അജിത് കുമാർ വിറ്റതായും അൻവർ ആരോപിക്കുന്നു. അജിത് കുമാർ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ പുറത്തുവിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് PV അൻവറിന്റെ ആരോപണം. അതേസമയം മറുനാടൻ മലയാളിയെ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും സഹായിച്ചെന്നും അൻവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുൻപായിരുന്നു അൻവർ മാധ്യമങ്ങളെ കണ്ടത്. MR അജിത് കുമാർ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ എന്റെ പക്കലുണ്ട്. രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് എടുത്തതാണ് രേഖ. കവടിയാർ വില്ലേജിൽ സ്വന്തം പേരിൽ അദ്ദേഹം ഒരു ഫ്ളാറ്റ് വാങ്ങി. 2016 ഫെബ്രുവരി 19 തീയതിയാണ് ഫ്ളാറ്റ് വാങ്ങിയത്. അതായത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. എങ്ങനെ ഇത് അദ്ദേഹം വാങ്ങി, എങ്ങനെ വിറ്റു എന്നതാണ് അന്വേഷിക്കേണ്ടത്. 33.80 ലക്ഷം രൂപയ്ക്കാണ് ഫ്ളാറ്റ് വാങ്ങിയത്. 10 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 29 ഫ്ളാറ്റ് വിറ്റു. 65 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. ഈ മാജിക് എന്താണെന്ന് വിജിലൻസ് അന്വേഷിക്കട്ടെ. ഈ ഫ്ളാറ്റിൽ ആരാണ് താമസിക്കുന്നത് എന്ന് അന്വേഷിക്കൂ. എവിടെ നിന്ന് കിട്ടി ഈ പണം എന്നും അന്വേഷിക്കണം. അന്നേ ഞാൻ പറയുന്നതാണ് സോളാർ കേസ് അട്ടിമറിക്കാൻ പണം വാങ്ങിയെന്ന്. ഇത് അത്തരത്തിൽ വാങ്ങിയ പണമാണ്. അന്ന് ഫ്ളാറ്റിന്റെ വില 55 ലക്ഷം രൂപയാണ്. കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഭ്രാന്താണോ? എന്തിനാണ് 33 ലക്ഷം രൂപയ്ക്ക് വിറ്റത്? ഇത് രണ്ടാമത്തെ ഗെയിമാണ്. വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിൽ 32 ലക്ഷത്തിന്റെ അന്തരമുണ്ട്. 32 ലക്ഷം രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് രേഖയുണ്ടാക്കുകയാണ് ചെയ്തത്. 32 ലക്ഷം രൂപയാണ് വൈറ്റാക്കിയത്. ഇങ്ങനെ എത്രയെത്ര ഡീലുകളാണ് നടന്നതെന്നും അൻവർ ആരോപിക്കുന്നു. എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വത്ത് സമ്പാദിക്കുന്നത്, കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിന്റെ നേർരേഖയാണ് എന്റെ കയ്യിലുള്ളത്. 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം സോളാർ കേസായിരുന്നു. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ തുടക്കം മുതൽ തന്നെ പരിശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് വിളിച്ച കോളിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു. സോളാർ കേസിലെ പരാതിക്കാരി തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ തുക പ്രതികളിൽ നിന്ന് ADGP കൈപ്പറ്റിയതാണ് അനീതിക്ക് കൂട്ടുനിന്നത്. ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. കവടിയാറിലെ കൊട്ടാര സമാനമായ വീട് ഇതിന് ഉദാഹരണമാണ്. ഇതിനോടനുബന്ധിച്ചുള്ള 10 സെന്റ് ഭൂമി അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിലാണ്. ഒരേ ഭൂമിയിലാണ് ഇരുവർക്കും സ്ഥലമുള്ളത്. ആധാരം രണ്ടാളുടെ പേരിലാണെന്ന് മാത്രം. അതിന്റെ ഉറവിടം കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകുമെന്നും അൻവർ പറയുന്നു. അജിത് കുമാറിന്റെ വിദേശ യാത്രകളെ കുറിച്ചുള്ള രേഖകളും വിവരാവകാശ പ്രകാരം ശേഖരിക്കുമെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് തന്റെ അറിവെന്ന് PV അൻവർ പറയുന്നു. P ശശി മുന്നണിയെ പ്രതിസന്ധിയിലാക്കി. ശശിക്ക് ചില പ്രത്യേക അജണ്ടകളുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരെയും P ശശി കടത്തിവിടാറില്ല. മുഖ്യമന്ത്രിക്കും പ്രവർത്തകർക്കും ഇടയിൽ ഒരു മറയായി നിൽക്കുകയാണ് P ശശിയെന്നും അൻവർ ആരോപിക്കുന്നു. കോഴിക്കോട് കൊല്ലപ്പെട്ട മാമി കേസ് സത്യസന്ധമായി അന്വേഷിക്കണം. മാമിയുടെ അടുത്ത് MR അജിത് കുമാറിന് പണമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. നന്ദി.